പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ആദ്യമേ സംസാരിച്ചിരുന്നു ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഗോള താപനം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, എന്താണ് ഈ ആഗോള താപനം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കാർബൺ അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിക്ക് ഹാനികരമായ വാതകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇത്തരത്തിലുള്ള പ്രകൃതിക്ക് ഹാനികരമായ വാതകങ്ങൾ ഒരുപാട് അന്തരീക്ഷത്തിൽ അതിന്റെ അളവ് കൂടുകയും അതുവഴി നമ്മുടെ ഒരു രക്ഷാകവചമായിട്ടുള്ള ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുകയും അതിനെ തുടർന്ന് വളരെ ഹാനികരമായ സൂര്യരശ്മികൾ, അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുകയും അത് മരണത്തിന് വരെ കാരണമാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിലെ ചൂട്, താപനില വർദ്ധിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വാർണിംഗ്സ് നമ്മുടെ പ്രകൃതിയും നമ്മുടെ ദൈവങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇത്തരം ബോധവാന്മാരായിരിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ ഫെങ് ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. പൊതുവെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളൊരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കണം, അവിടെ ഇരുന്ന് അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണെന്ന് പറയും. അപ്പൊ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പുറകിലെ ഒരു ശാസ്ത്രം? ശരിക്കും പറഞ്ഞാൽ ഈ പഴയ ആചാര്യന്മാർ ക്രമീകരിച്ചിട്ടുള്ള ഓരോ ആരാധനാ രീതികളാണിത്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ക്ഷേത്രത്തിൽ ചെന്ന് ഹൈഹലോ പറയാൻ പോകാൻ പാടില്ല. അതെ അതെ. അപ്പം ക്ഷേത്രത്തിൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കണം എന്ന് പറഞ്ഞത്, ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ എനർജി, അതായത് അവിടെ ഒത്തിരി വിളക്കുകളൊക്കെ കത്തിക്കാറുണ്ട്. ആ വിളക്കുകൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു പുക നമ്മളത് ശ്വസിക്കുമ്പോൾ അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. തികച്ചും സയൻറ്റിഫിക്കായിട്ട് ഞാൻ പറയുന്നത്. എന്താണ് ഗുണം എന്ന് ചോദിച്ചതിൻ്റെ പേര് കൃത്യമായിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർക്കും ഇത് ഉണ്ടാവാറുണ്ട്, നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ അനീമിയ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് അറിയാമല്ലോ. നമുക്കുണ്ടാകുന്ന എല്ലാ അസുഖത്തിൻ്റെയും തുടക്കം തളർച്ച, വിളർച്ച, അലസത, മടി എന്ന് വേണ്ട സകലതിൻ്റെയും തുടക്കം അനീമിയയാണ്. അപ്പോൾ ഈ പറയുന്ന വിളക്കിൽ, കോപ്പർ വിളക്കിൽ നിന്ന് കത്തിച്ച് വരുന്ന ആ പുക ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെരുപ്പ് ഊരിട്ടിട്ട് നടക്കാറേ ഇല്ല, അല്ലയോ? എവിടെയെങ്കിലും വീട്ടിനകത്ത് പോലും എപ്പോഴും ചെരുപ്പ്, അകത്തൊരു ചെരുപ്പ് പുറത്തൊരു ചെരുപ്പ് ആണല്ലോ. ഈ കാൽപാദങ്ങളിൽ എപ്പോഴും നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, റേക്കിയുടെ ഇത് ഞാൻ ചികിത്സ ചെയ്യുന്നുണ്ട്, അക്യുപഞ്ചർ പോലെയൊക്കെ. അപ്പോൾ ഈ കാൽപാദങ്ങളിൽ നമ്മളെ ഒരു ബോഡിയുടെ ഫുൾ കറസ്പോണ്ടിങ് പോയിന്റ് നമ്മുടെ കാൽപാദങ്ങളിലുണ്ട്. ശരിക്കും ചെരുപ്പിടാതെ ഈ ചെരുപ്പിടാതെ രാവിലെ ഒരു അരമണിക്കൂർ നടക്കണമെന്ന് എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയാറുണ്ട്. ഈ നടക്കുന്ന സമയത്ത് ഈ നമ്മുടെ കറക്റ്റ് കാലിലുള്ള ആ കറക്റ്റ് കറസ്പോണ്ടിങ് പോയിന്റിലെല്ലാം പ്രോബിങ്, അതായത് ഒരു പഞ്ചിങ് നമുക്ക് അവിടെ കിട്ടും. ഈ പഞ്ചിങ് കിട്ടും. നിങ്ങൾ ചെരുപ്പിടാതെ നടക്കണം എന്ന് പറഞ്ഞാൽ ആരും നടക്കാറില്ല. പണ്ടുള്ള ആചാര്യന്മാർക്ക് ഇത് അറിയാം. പക്ഷെ അത് പലരും ഇപ്പൊ പറഞ്ഞു കേൾക്കാറുണ്ട്, ചെരുപ്പിടാതെ നടന്ന കാലിന് വേദന വരുന്നു, നമ്മുടെ വീടിനകത്ത് പോലും എല്ലാവരും ചെരുപ്പിടുന്ന ഒരു പ്രവണതയാ അല്ലേ? അപ്പൊ അല്ലേ അങ്ങനെ അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ കാല് തണുപ്പടിക്കുന്നു, കാലിന് വേദന വരുന്നു, അതുകൊണ്ടാണ് അതൊക്കെ ചെരുപ്പ്. പണ്ടുള്ള ആൾക്കാർ എത്രയോ ചെരുപ്പിട്ട് നടന്നിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതെ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫ്ലോറിങ്ങിന്റെ ഒക്കെ പ്രത്യേകതയാണ്. ഇപ്പൊ ടൈലും മാർബിളും ഒക്കെ ആണല്ലോ എല്ലാവരും. പുറത്ത് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെരുപ്പിടാതെ കുറച്ച് നേരം നടക്കാൻ പറ്റും. ഈ മെറ്റലിലൊക്കെ, അതായത് ചെറിയ ചിപ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ഇതുണ്ട്, അവിടെയൊക്കെ ചെരുപ്പിടാൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് മാറ്റം ഉണ്ടാകും. മാത്രമല്ല ക്ഷേത്രങ്ങളിലകത്തിട്ടയ്ക്കുന്ന ആ സിമെൻറ്റിന് പോലും അതിനൊരു ഗ്രിപ്പ് ടൈപ്പാണ്. പഴയ ക്ഷേത്രങ്ങളിലെല്ലാവരും കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഗ്രിപ്പുള്ള ടൈപ്പുള്ള ഒരു ഇതാണ് ഫ്ലോറിംഗ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ, പാറയുടെ പീസായിരിക്കും അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ക്ഷേത്രത്തിൽ 7 വലത് വയ്ക്കാനും 3 വലത് വയ്ക്കാനും 12 വലത് വയ്ക്കുവാനൊക്കെ പറയാറുണ്ട്. ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഈ 12 വലത് വയ്ക്കാൻ പറഞ്ഞ് ചെരുപ്പിട്ടുകൊണ്ട് വലത് വയ്ക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരിക്കലും ടൈലിട്ടിട്ടുണ്ടാവില്ല, അല്ലേ? അവിടെ മറ്റ് മണ്ണായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വലത് വയ്ക്കുമ്പോൾ ആ ഒരു പ്രഷർ നമ്മുടെ കാലിൽ എഫക്റ്റ് ചെയ്യും. ആ കാലിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയിലുള്ള ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മുടെ എന്താ പറയുക, വെയിനിലൊക്കെ ഉള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് പണ്ടുള്ള ആചാര്യന്മാർക്കേ അതറിയാം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ചെന്നാൽ പെട്ടെന്ന് ഓടിപ്പോയിട്ട് തിരിച്ചു വരരുത്, ചെരുപ്പിടാതെ ക്ഷേത്രത്തിനകത്ത് വലം വയ്ക്കണം.
അപ്പോൾ ഈ ഒരു ഗുണം നമുക്ക് അതിനകത്ത് കിട്ടും. 2, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷൻ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. 2, ക്ഷേത്രത്തിൽ എല്ലാവരും ചെന്ന് കുറച്ച് നേരം ഇരിക്കണമെന്ന് പറയാം. അത് ഇരിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഇരിക്കണം എന്ന് പറഞ്ഞാൽ പോലെ കാലും തറയിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇരിക്കുവാൻ. ആ ചുറ്റമ്പലത്തിൽ എപ്പോഴും ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, അല്പം ഹൈറ്റാണ് വേണ്ടത്. കാല് തറയിൽ മുട്ടാതിരിക്കണം എന്ന് പറയും. അതായത് അതിനകത്ത് ജ്യോതിഷ വിധി പ്രകാരം പറയുന്ന രീതി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു തരി മണ്ണ് പോലും നമ്മൾ അവിടെ നിന്ന് ചവിട്ടി പുറത്തോട്ട് ഇറക്കാൻ പാടില്ല, അതിനെ പല തട്ടി അവിടെ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങി പോകാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ കാല് നിലത്ത് തൊടാതെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മളെന്താ പറയുക, നോർമൽ ബ്രീത്തിങ്ങിലൂടെ നമുക്ക് ആ ഒരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. നമ്മുടെ ശരീരത്തിലുള്ള കുറേ നെഗറ്റീവ്സ് അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകും. നല്ലൊരു എർത്തിങ് പോലെ ഡിസ്ചാർജ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഈ ക്ഷേത്ര ഷടാധാര പ്രതിഷ്ഠയും ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും ആ ക്ഷേത്ര ക്രമീകരണത്തെക്കുറിച്ചും അവിടുത്തെ വാസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ദിവസം പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയാണ് ക്ഷേത്രം. ആ ശരീരം നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യനെ എങ്ങനെ നമുക്ക് മനുഷ്യനാക്കി മാറ്റാം, മനുഷ്യനെ എങ്ങനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റാം, അതാണ് ഓരോ ആരാധനാ സ്ഥലങ്ങളിലും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെയാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ ആ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ദൈവം നമ്മുടെ ഉള്ളിലാണുള്ളത്. ആ ഉള്ളിലുള്ള ദൈവത്തെ ബൂസ്റ്റ് ചെയ്തെടുക്കുവാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. ആ ഉള്ളിലുള്ള ആ ദൈവത്തിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി, ആ എനർജിയെ നമ്മൾ ബൂസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് അസുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും, തൊഴിൽ തടസ്സന്മാർ എന്ന് വേണ്ട സകല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ഈശ്വരനെ ബൂസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ. അതിനാണ് ക്ഷേത്രവും കാര്യങ്ങളും എല്ലാം വച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ സാർ, അതുപോലെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളെപ്പോഴും ഒരു പ്രശ്നം നോക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ കാണാൻ പോകുമ്പോൾ നമ്മളുടെ നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ എഴുതിക്കൊണ്ടേ എല്ലാം പറയും. അപ്പോൾ അതിൽ ശരിക്കും നമ്മുടെ ഇംഗ്ലീഷ് മാസമാണോ നോക്കുന്നത് അഥവാ മലയാള മാസമാണോ നോക്കുന്നത്? അത് ഇംഗ്ലീഷ് മാസം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ നമുക്ക് ഗ്രഹനില എടുക്കുവാനൊക്കെ ഇംഗ്ലീഷ് മാസമായിരുന്നാലും മതി. സോഫ്റ്റ്വെയർ ഒക്കെ ഒത്തിരി ഉണ്ട്. അതുവഴി നമുക്ക് കറക്റ്റായിട്ടുള്ള ജനന സമയം, ജനിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നമുക്ക് നിന്നിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഏതായിരുന്നാലും മതി. ഇപ്പം ഫെങ്ഷുയി മുഖേന ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരുടെയും വേണമെന്ന് പറഞ്ഞാൽ അത് മലയാളം വേണമെന്നില്ല. മലയാളം കിട്ടിക്കഴിഞ്ഞാലും പ്രോബ്ലം അല്ല, അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റും. ഫെങ്ഷുയിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ? ഇംഗ്ലീഷ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് അത് മലയാളം കിട്ടിയാലും നമുക്ക് മാറ്റി ഇംഗ്ലീഷിലോട്ട് ആക്കും. ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വർഷം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ വർഷത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും ആനിമൽ ഉണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ വുഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതിനകത്തുള്ള മെറ്റൽ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ്. സമയത്തിനും പ്രത്യേകത ഫെങ്ഷുയിൽ കൂടുതലായിട്ട് സമയം അധികം എടുക്കാറില്ല. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമുക്ക് ആവശ്യം. അത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതായിരിക്കും. കാരണം അതിന് ക്വാ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെ നിന്നാണ് പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടുന്നത്, എവിടെ നിന്ന് നെഗറ്റീവ് കിട്ടുന്നു, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് കണ്ടുപിടിക്കാനാണ് ക്വാ നമ്പർ. അതിൻ്റെ കൂടെ തന്നെ ലക്കി നമ്പർ, ഇതൊക്കെ നമുക്ക് ഏത് കളർ യൂസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ. ഈ ഫെങ്ഷുയിക്കും ഈ ഗ്രഹങ്ങൾക്കും തമ്മിലൊക്കെ ബന്ധമുണ്ടോ? ഗ്രഹങ്ങൾ തമ്മിൽ എല്ലാത്തിനും ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ഉണ്ട്. ഗ്രഹനിലയൊക്കെ ഒരു നമ്മളിപ്പോൾ സ്റ്റോണിന് പോലും നമ്മളിപ്പം പല ആൾക്കാരും സ്റ്റോണ് ഇടാറുണ്ട്. ഈ സ്റ്റോണിന് പോലും നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള പാൽക്കുലേഷനിൽ വെച്ച് സിംഗിൾ സ്റ്റോൺ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, നല്ലത് അല്ലേ? നവരത്നമൊക്കെ പല ആൾക്കാരോടും പറയാറുണ്ട്, നവരത്ന മോതിരമൊന്നും നിങ്ങൾ ഇടാൻ പാടില്ല എന്നല്ല, ഇടുന്നതിന് നല്ലതാണ്, പക്ഷെ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കല്ലിൽ സ്ക്രാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇടുന്നതിന് തെറ്റൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു അടപ്പരം കാണാൻ കൊള്ളാം. പക്ഷെ അത് ഒരു കല്ലിൽ സ്ക്രാച്ച് വീണാൽ നമ്മൾ അറിയാതെ നമുക്ക് ദോഷങ്ങളുണ്ടാവും. അത് നവരത്ന മോതിരത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മളത് എപ്പോഴും ഊരി വെക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പോ ഇടുന്നോണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഊരി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. നവരത്ന മോതിരമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്റ്റോണിന് പോലെ അപ്പോൾ എല്ലാത്തിലും ഗ്രഹങ്ങളുടെ ഇതുണ്ട്. അതനുസരിച്ച് നമ്മൾ നോക്കി, അത് ജ്യോതിഷ പ്രകാരം വിശദമായിട്ട്, ഞാൻ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ ഫെങ്ഷുയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ജ്യോതിഷത്തെക്കുറിച്ച് അടുത്ത നമ്മുടെ വരുന്ന എപ്പിസോഡ് ജ്യോതിഷമാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഫെങ്ഷുയിൽ അപ്പോൾ നമ്മൾ ക്ഷേത്ര ആരാധനാ രീതിയും എങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴണം, ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ വളരെ നല്ല മാറ്റമായിരിക്കും നമുക്കുണ്ടാകുന്നത്.
കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശന സഹിതം എന്നെ വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുള്ളവരാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമായ എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ്. അവിടെ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഞാനവിടെ ഉണ്ടാവും. നമസ്കാരം.